എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ 2015 മുതൽ 2022 വരെ പഠിച്ച വിദ്യാർത്ഥികൾ ചേർന്ന് ഒറ്റക്കെട്ടായി കേന്ദ്ര സഹമന്ത്രിക്കും BJP നേതാവുമായ സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം വ്യക്തമായി കേൾക്കുക. വിദ്യാർത്ഥികൾ സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇടപെട്ട് കഴിഞ്ഞാൽ അതൊരു സഹായമാകും. 60 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പല സ്റ്റേറ്റുകളിൽ നിന്നുമായി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദൂര വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. ഇതൊരു നാഷണൽ ഇഷ്യൂ ആയ പ്രശ്നമാണ്. നിലവിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാം. മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഡിഗ്രി വാലിഡ് എന്ന അനുകൂല ജഡ്ജ്മെൻറ്റ് വന്നിരുന്നു. ആ വിധിയിൽ പറഞ്ഞ ഡിഗ്രി ഇൻവാലിഡ് ആക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് UGC സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്തിരിക്കുന്നത്. ഇനി കേരള ഹൈക്കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡർ എടുക്കാൻ ചിലർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കേരള ഹൈക്കോടതി പറഞ്ഞത് സുപ്രീം കോടതിയിലാണ് കേസ്, സുപ്രീം കോടതിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. അതും പറഞ്ഞ് കേരള ഹൈക്കോടതിയും കൈമലത്തിയിരിക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായി കേരള PSCയുടെ കാര്യം പറയാം. UGC അംഗീകാരമില്ലാത്ത അണ്ണാമല വിദ്യാർത്ഥികളെ 2022, 23, 24 PSC ലിസ്റ്റിലുള്ളവരെ എല്ലാം പുറത്താക്കിയിരിക്കുകയാണ് കേരള PSC. ബാക്കിയുള്ളവരെ വിത്ത് ഹെൽഡ് ചെയ്ത് വരെ വെച്ചിട്ടുണ്ട്. മറ്റു ചിലരാണെങ്കിൽ ട്രിബ്യൂണൽ കോടതിയിൽ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ട് പോലും PSC അംഗീകരിക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ കേരള ഗവൺമെൻറ്റോ ഹയർ എഡ്യൂക്കേഷനോ ഇക്കൽസ് തരുന്ന യൂണിവേഴ്സിറ്റികളോ കേരള ഹൈക്കോടതിയോ UGCയോ പോലും അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികളെ തുണയ്ക്കുന്നില്ല. ഇനി ഇതിലേക വഴിയുള്ളത് കേന്ദ്ര ഇടപെടൽ ഉണ്ടാകണം. അതോടൊപ്പം സുപ്രീം കോടതി കേസ് വേഗത്തിലാകുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം സുപ്രീം കോടതി കേസ് വിധി വരാൻ കാലതാമസം നേരിടേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ പോയ കേസിൽ പെറ്റീഷണർ ആകാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യക്കാർക്ക് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ സുപ്രീം കോടതി കേസുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പെറ്റീഷനേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം വരുന്ന പെറ്റീഷനേഴ്സിന് മാത്രം സുപ്രീം കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിക്കുന്നതാണ്.